സിതാര ഇനങ്ങാട്ടിക്കുള്ള ജീനിയസ് കൾച്ചറിന്റെ ഒരു സ്നേഹോപഹാരം ഈ വേദിയിൽ നടത്തപ്പെടുകയാണ്. എളിമയോടുകൂടി വിനയത്തോടുകൂടി ഏതൊരു തിരക്കിലും മുന്നിലെത്താനുള്ള ത്വരയില്ലാതെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമാണ് ഈ കുട്ടിക്കും അതിന്റെ ബാപ്പാക്കും ഞാൻ കണ്ടത്. പക്ഷേ കഠിനമായ പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പാട്ട് സംഘടിപ്പിക്കാനും ആ പാട്ട് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കുറച്ച് വരികൾ എഴുതി പാട്ടാക്കി. അത് മാത്രമല്ല, ആ പാട്ടിന് ഒരു പാട്ടായി മാറണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതിന് ഈണം നൽകാൻ ഒരാൾ വേണം. അത് നല്ല കഴിവുള്ള ഒരാൾ ഈണം നൽകിയാലേ പാട്ടാവുകയുള്ളൂ. മാത്രമല്ല, അതിന്റെ പിന്നണി നല്ല കഴിവുള്ള ആളുകൾ പ്രവർത്തിക്കണം. അപ്പൊ അതൊക്കെ നല്ല സാമ്പത്തികമായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവിടെയൊക്കെ എത്തിപ്പെടാനും വിജയിക്കാനും കഴിയുള്ളൂ. ഇപ്പൊ കുറെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കുപ്പായത്തിന്റെ ഫൈനൽ നടക്കുന്നു. ഞാനൊക്കെ വീട്ടിലിരിക്കുമ്പോ എനിക്ക് സ്വയമല്ല ഈ കുട്ടികളുടെ വിളിയുണ്ട്. 2 ദിവസമായി ഞാൻ കുട്ടിക്കുപ്പായത്തിലെ ഒരു കണ്ടസ്റ്റന്റിന്റെ വലയിൽപ്പെട്ടിരിക്കുകയായിരുന്നു. അവർക്ക് മുതിർന്നവരെക്കാൾ അറിവുണ്ട്. ഒരു പാട്ട് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. പാട്ട് എഴുതി കൊടുത്തപ്പോ ആ പാട്ട് ഇങ്ങനെ മാറ്റി തരണമെന്ന് അങ്ങനെ മാറ്റി കൊടുത്തപ്പോ കുറച്ചുകൂടി ചടുലമായിട്ട് സ്പീഡായിട്ട് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതാരാണ് ഈ മത്സരിക്കുന്ന കുട്ടിയാണ് പറയുന്നത്. അപ്പോ അതിനൊക്കെ അവര് എന്തിനും തയ്യാറാണ്. കാശ് മുടക്കാനും യാത്ര ചെയ്യാനും എന്തിനും തയ്യാറായി വരുന്ന അങ്ങനെയാണ് ഇവര് മത്സരത്തിൽ പങ്കെടുക്കുന്നത്, വിജയിക്കുന്നത്. ഇതൊന്നുമില്ലാതെ നിശബ്ദമായി ഞാൻ നേരത്തെ പറഞ്ഞ വിനയത്തോടുകൂടി ജയിച്ചെങ്കിൽ ജയിക്കട്ടെ, നമ്മളുടെ പ്രവർത്തനം ചെയ്യണം. അർപ്പണ ബോധത്തോടുകൂടി സിതാരന്റെ വാപ്പയും നടത്തിയ പ്രയത്നത്തിന്റെ ഫലമാണ് ഇവിടെ നമ്മുടെ ഇരിങ്ങാട്ടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ. അതായത് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും എത്തുന്നുള്ളത്. ഈ മലയാളികൾ എല്ലായിടത്തും മുഴുവൻ എത്തുന്നുണ്ട്. ഗുരുവണ്ണിന്റെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് ഒന്നാമതെത്തിയാല് ഒരുപാട് അവസരങ്ങൾ ഈ കുട്ടിക്ക് തുറന്നു കൊടുക്കപ്പെടുകയാണ്. വിദേശ രാഷ്ട്രങ്ങളിലടക്കം വിളിച്ചു കൊണ്ടുപോയി പാടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുപോലെയുള്ള കഴിവുള്ള പ്രതിഭകൾ ഇപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികളിൽ ഒരുപാട് കഴിവുള്ള പ്രതിഭകൾ ഉണ്ടാവും, കലാകാരന്മാരുണ്ടാവും, പാടാൻ കഴിയുന്നവരുണ്ടാവും. അതുപോലെയുള്ള മറ്റുള്ള രംഗത്ത് വിനിയോഗിക്കാനുള്ള കഴിവുകളുള്ളവരുണ്ടാവും. അവരൊക്കെ നമ്മൾ തേടിപ്പിടിച്ച് ഊതിക്കാച്ചിയെടുത്ത് വളർത്തിക്കൊണ്ടുവരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സിത്താരകൾ നമുക്ക് ഉണ്ടാവണം. പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരൊക്കെ നമ്മുടെ പൂർവികർ അവരുടെ വിനോദം മാത്രമല്ല ആരാധന പോലും പാട്ടിലൂടെയായിരുന്നു. പഴയ കാലത്ത് മൊഹീദ്ദീൻമാല, നമ്മുടെ വീടുകളിലൊക്കെ മൊഹീദ്ദീൻമാല പാടുമായിരുന്നു. നമ്മുടെ ഉമ്മമാരും എല്ലാവരും എഷാമാരും പിന്നിടയിൽ ഖുർആൻ ഓതി കഴിഞ്ഞാല് അവര് പാടിയിരുന്നത് മൊഹീദ്ദീൻമാലയാണ്. ആ കാലഘട്ടത്തിൽ മൊഹീദ്ദീൻമാലക്കുള്ള പ്രാധാന്യം, മൊഹീദ്ദീൻമാല പാടാൻ അറിയാത്ത പെൺകുട്ടികൾക്ക്
പുതിയാപ്പിളിനെ കിട്ടൂല എന്നുള്ളൊരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അപ്പോ പാട്ട് നീതിമാല വെയ്ത്താണ്. അപ്പൊ ഇതേപോലെയുള്ള പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ നമ്മുടെ പഴയ കാലത്തിലെ ആളുകൾ പാടിയിരുന്നു, പഠിച്ചിരുന്നു. അറബി മലയാളത്തിലായിരുന്നു അന്ന് പാട്ടുകൾ ഉണ്ടായിരുന്നത്, മലയാളത്തിലല്ല എന്ന് മാത്രം. ഉമ്മർ കിസ, പക്ഷിപ്പാട്ട്, കുപ്പിപ്പാട്ട്, ചിലതൊക്കെ വെറും കെട്ടുകഥയായിരിക്കും. വളരെ കെട്ടുകഥകൾ പാട്ടാക്കി വിടുന്നതും ഉണ്ടായിരുന്നു. എത്ര കെട്ടുകഥയാണെങ്കിലും ശരി, അതൊരു പാട്ട് സംസ്കാരത്തിൽ വരുമ്പോൾ അതിന്റെ തനത് പ്രാസ നിയമങ്ങൾ ഒപ്പിച്ചുകൊണ്ട് എഴുതിയ പാട്ടുകളായിരുന്നു. അപ്പൊ വലിയ ഉമ്മർ കിസിയിലൊക്കെ തലകളിലെടുക്കുന്ന കല്യാണമാകും തന്നാലിനെല്ലാം കാരണമാകും, അങ്ങനെ പോകും. ഓരോ ഇശലുകൾ, മാപ്പിളപ്പാട്ടിന്റെ ഓരോ ഇശലുകൾ പാട്ട് നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ വാപ്പമാർക്ക്, ഉപ്പമാർക്കും ഒക്കെ അറിയാവുന്നു. അപ്പൊ ആ ഒരു സംസ്കാരം, മാപ്പിളപ്പാട്ടിന്റെ സംസ്കാരം, അറബി മലയാള സാഹിത്യത്തിന്റെ സംസ്കാരം നമ്മൾ ഇവിടെ തുടർന്നു പോകണം. അതിനുള്ള ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ, ഇപ്പൊ ഇന്നൊരു സിത്താര ഉണ്ടായി, ഭാവിയിൽ അതിനപ്പുറത്ത് വേറെയും കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവട്ടെ. അതിന് നമുക്ക് നമ്മുടെ പ്രചോദനമായിട്ട് സിത്താര ഇതാ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് സിത്താരയെ നമ്മൾ എല്ലാവരും അഭിനന്ദിക്കുക. നമ്മുടെ നാട്ടിലേക്ക് ഒന്നാം സ്ഥാനവും കൊണ്ടുവന്ന സിത്താരയെ നിങ്ങളെല്ലാവരും സിത്താരയെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഒന്നാം സ്ഥാനവുമായിട്ട് ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലേ സിത്താരനെ ഇഷ്ടപ്പെട്ടോ നിങ്ങള്? ഒറ്റൊന്ന് ഉണ്ട്, നല്ല കുട്ടിക്കാവും. അപ്പൊ നിങ്ങൾക്കിടയിൽ ഇനി ഒരുപാട് സിത്താരകൾ ഉണ്ടാവും. അവർക്കൊക്കെ ഇത് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് പ്രസംഗിക്കാനുള്ള അവസരമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും നീട്ടിപ്പറയുന്നില്ല, പരത്തി പറയുന്നില്ല. ഇങ്ങനെ ഒരു വാർഷികത്തിനിടയിൽ, അതായത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ വാർഷികത്തിന്റെ ഇടയിൽ നിങ്ങൾ സിത്താരയെ ഓർമ്മിച്ചതിന്, സിത്താരയെ ആദരിക്കുന്നതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ക്ലബിനും രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ പരിപാടി, ജീനിയസിന്റെ ഇന്നത്തെ ഈ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു സാർ.